ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിലൻ ടേസ്റ്റുള്ള ഒരു ചിക്കൻ ടിക്ക പഫ്സ് ആണ്. ഓവൺ ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ടിക്ക പഫ്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ഈ ഒരു ചിക്കൻ ടിക്ക പഫ്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ 300 ഗ്രാം അളവിലുള്ള ചിക്കൻ ബ്രസ്റ്റ് നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ എത്രത്തോളം നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നല്ല നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ടിക്ക മസാലയാണ്. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ചിക്കൻ ടിക്ക മസാല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിലുള്ള കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണ് കയ്യിലുള്ളതെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഒരൽപ്പം വിനാഗിരി കൂടിയാണ്. വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് മാറിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ നമ്മൾ നന്നായിട്ട് മാറിനേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് അടച്ച് വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ചിക്കൻ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ നിന്നും ചിക്കൻ മാറ്റാം. ചിക്കൻ നമ്മൾ പാനിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഓയിലിൽ നിന്നും 1/4 ഭാഗവും മാറ്റി കഴിഞ്ഞു. ബാക്കിയുള്ള ഈ ഓയിലിലാണ് നമ്മൾ ഇനി മസാല തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൾറെഡി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സവാളയിൽ ഉപ്പിടുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ ചിക്കൻ പഫ്സ് കഴിക്കുന്നതിൽ നിന്നും ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ടിക്ക പഫ്സിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിലുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കെച്ചപ്പ് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പഫ്സ് സെറ്റ് ചെയ്യാം. 10 പഫ്സിൻ്റെ ഷീറ്റാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ നിന്നും ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ പുറത്തേക്ക് എടുത്തു വെക്കണം. ഇനി നമുക്ക് ഓരോ പഫ്സ് ഷീറ്റായിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത്ര മസാല ഇട്ട് കൊടുക്കാം. ഓവറായി പോവരുത്. 1 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ പഫ്സിൻ്റെ ഷീറ്റ് ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് മടക്കിയെടുക്കാം. മടക്കിയെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും കൈവച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഒരു പഫ്സ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. ഇതുപോലെ നമുക്ക് എല്ലാ പഫ്സും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ പഫ്സും നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എഗ്ഗ് വാഷ് ചെയ്യണം. അതിനു വേണ്ടി നമ്മളിവിടെ 1 എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ബ്രഷ് വെച്ച് ഇതൊന്ന് എഗ്ഗ് വാഷ് ചെയ്തെടുക്കാം. എഗ്ഗ് വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പഫ്സ് കാണാൻ തന്നെ നല്ല ലുക്കായിരിക്കും, നല്ലൊരു ഗ്ലേസിങ് കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മളിതുപോലെ എഗ്ഗ് വാഷ് ചെയ്യുന്നത്. പഫ്സ് നമ്മൾ എല്ലാം എഗ്ഗ് വാഷ് ചെയ്തെടുത്തതിന് ശേഷം
നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അടിയിലൊരു തവ 5 മിനിറ്റ് നേരം നല്ല ഹൈ ഫ്ലെയിമിൽ നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ തവ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് അടച്ചു വെക്കാം. മുകളിലുള്ള ഈ ഒരു പാനിൻ്റെ ഹോള് നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ പഫ്സ് ബേക്ക് ആക്കാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പഫ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ പഫ്സിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പഫ്സിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.